ഹാപ്പി ഫാദേഴ്സ് ഡേ എല്ലാ പിതാക്കന്മാർക്കും. നല്ലത് വരട്ടെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. കുടുംബത്തിന് വേണ്ടി രാപ്പകൽ കഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ പിതാക്കന്മാർ. അവർ ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ അപ്പനെ ഞാൻ ഈ സമയത്ത് ഓർക്കാണ്. എൻ്റെ അപ്പനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എൻ്റെ അപ്പനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങളെ അടിച്ചതായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല, ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞതായിട്ട് ഓർമ്മയില്ല. ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. ഞങ്ങൾ പണ്ട് ഇവിടെ തിരുവനന്തപുരം കുറവങ്കോണത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് നാളല്ല, ഒരു 6-7 വർഷം, 7-8 വർഷമാണെന്ന് തോന്നുന്നു. ആ സമയത്ത് കുറവങ്കോണം ചന്തയിൽ പോകണം, അതെൻ്റെ ജോലിയാണ്. അപ്പോൾ അവിടെ പോയി മീൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് എനിക്കൊരു 17-18 വയസ്സ് കാണുമായിരിക്കും. അപ്പോൾ ഇതിനെന്നും അമ്മയായിട്ട് തർക്കം ഉണ്ടാവും. എനിക്കിഷ്ടമല്ല കുറവങ്കോണം ചന്തയിൽ പോകുന്നത്. അപ്പോൾ ഒരു ദിവസം അമ്മയായിട്ട് വഴക്കുണ്ടായി. ഞാൻ കുറവങ്കോണം ചന്തയിൽ പോയെന്ന് തോന്നുന്നു. പോയിട്ട് വന്നിട്ട് അവിടെ ഇരുന്നൊരു പ്ലേറ്റ് അങ്ങ് പൊട്ടിച്ചു വീട്ടിൽ, ദേഷ്യപ്പെട്ടു. അപ്പം എൻ്റെ അപ്പൻ്റെ അനിയനുണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ ലാസറപ്പാപ്പ എന്നാണ് വിളിക്കുന്നത്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞ് കുഞ്ചാനിങ്ങ് വരട്ടെ. കുഞ്ചാൻ എന്നാണ് എൻ്റെ അപ്പാപ്പൻ വിളിക്കുന്നത്. കുഞ്ചാനിങ്ങ് വരട്ടെ, നിനക്ക് ഞാൻ നല്ലത് വാങ്ങിച്ചു തരും എന്ന് പറഞ്ഞു. അപ്പം ഉച്ചയ്ക്ക് വന്നു, ഓഫീസിൽ നിന്ന് വന്നു. ഇത് പറഞ്ഞു, ഇങ്ങനെ ലോലിത പ്ലേറ്റ് അവൾ ദേഷ്യപ്പെട്ട് തറയിട്ട് പൊട്ടിച്ചു. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന അപ്പനിങ്ങോട്ട് വന്ന് വടിയെടുത്ത് എന്നെ അടിക്കുമെന്നാണ്. ഞാനും വിചാരിച്ച് വഴക്ക് പറയുമോ, കാരണം ഇതൊരു ഗുരുതരമായ തെറ്റല്ലേ, അമ്മയോടല്ലേ വഴക്കുണ്ടായി, അത് മീൻ വാങ്ങിക്കുന്നതിനല്ലേ. അപ്പോൾ അപ്പൻ എന്ത് ചെയ്തു, അപ്പം വന്നിട്ട് അപ്പുറത്തെ റൂമിൽ ഇരുന്ന് എന്നെ വിളിച്ചു, ലോലിതേ മോളെ ഇങ്ങോട്ട് വന്നേ. അപ്പം ഞാൻ അങ്ങോട്ട് ചെന്നു. അപ്പം അപ്പൻ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, നീ ഒരു പെണ്ണ, ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ അത് എൻ്റെ പിന്നെ അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാൻ തുടങ്ങുമ്പം ഞാൻ കേൾക്കുന്ന ഒരു വാചകമാണിത്. എൻ്റെ മനസ്സിലിങ്ങനെ മുഴങ്ങി കേൾക്കും, നീ ഒരു പെണ്ണ. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് നടക്കുന്നത് 1984 ഒക്കെ ഇയേഴ്സിലാണ്. അപ്പോൾ ഇന്നത്തെ കൂട്ടൊരു ഉയർന്ന ചിന്താഗതിയൊന്നും അന്ന് വലുതായിട്ടില്ല. പെണ്ണ് എന്തായിരിക്കണം, സ്ത്രീ എന്തായിരിക്കണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയങ്ങളാണ്. അപ്പോൾ ശരിക്കും ഒരു പെണ്ണിൻ്റെ കയ്യിലല്ലേ എല്ലാം. ഒരു വീടിൻ്റെ ചുമതലയൊക്കെ ഒരു പെണ്ണ് തന്നെയാണ്. പെണ്ണ് പോയാൽ തീർന്നു. ഒരു സ്ത്രീയും വിചാരിച്ചാലും ഒരു വീടൊക്കെ ശരിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ശരിക്കും നമ്മുടെ സ്ത്രീകളിൽ തന്നെയാണ് റെസ്പോൺസിബിലിറ്റി. നമ്മളിൽ എത്ര ഒഴിഞ്ഞു മാറിയാലും, എത്ര ജെൻഡർ ഇക്വാളിറ്റി ഒക്കെ പറഞ്ഞു തരാം, നമ്മുടെ കയ്യിൽ തന്നെ ഉത്തരവാദിത്വം, ഫുഡിൻ്റെ ഉത്തരവാദിത്വം, എല്ലാ ഉത്തരവാദിത്വവും ശരിക്കും സ്ത്രീകൾക്ക് തന്നെയാണ്. അപ്പോൾ ആ ഒരു വാചകം, നീ ഒരു പെണ്ണാണ് എന്നൊരു വാചകം, അപ്പൻ അടിച്ചില്ല, വഴക്ക് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഇതാണ് എൻ്റെ അപ്പൻ. ഞങ്ങൾക്ക് 5 പേർക്കും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും സൊല്യൂഷൻ തരുന്ന ഒരാളാണ് ഞങ്ങളുടെ അപ്പ. ഞങ്ങൾക്ക് ഏത് പ്രശ്നം വേണേലും അപ്പനോട് സംസാരിക്കാം, എത്ര നേരം വേണേലും സംസാരിക്കാം. പിന്നെ എല്ലാം തമാശയായിട്ട് എടുക്കുന്ന ഒരാളാണ് എൻ്റെ അപ്പൻ. നല്ലതായിട്ട് പ്രാർത്ഥിക്കും. ഞങ്ങൾ 5 മക്കളാണ്. 5 പേർക്കും ഞങ്ങളുടെ അപ്പൻ്റെ പ്രാർത്ഥനയാണ് വിശ്വാസം. ഞങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ അപ്പനെ കൊണ്ടാണ് പ്രാർത്ഥിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അപ്പനാണ് എൻ്റെ അപ്പൻ. ഭയങ്കര ചില്ലാണ് പുള്ളി. എപ്പോഴും ഒരു പോസിറ്റീവ് വൈബാണ്. ഇപ്പോൾ ഒരു 86 വയസ്സിരിക്കും. അപ്പം എൻ്റെ അപ്പനും ആയുസ്സും ആരോഗ്യവും ദൈവം കൊടുക്കട്ടെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എൻ്റെ അമ്മയാണ്. അതുപോലെ ഞങ്ങളുടെ 5 പേരുടെയും ജന്മദിനങ്ങൾ, ഞങ്ങളുടെ 5 പേരുടെയും വിവാഹ വാർഷികങ്ങൾ, ഞങ്ങളുടെ 5 പേര് എന്തെല്ലാം ആഘോഷങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ അമ്മയാണ് അപ്പനെ ഓർപ്പിച്ച് അപ്പനെ കൊണ്ട് വിളിപ്പിക്കുന്നത്. എവിടെയെങ്കിലും കാണാൻ പോകുന്ന ആരെങ്കിലും രോഗികളെ കാണാൻ പോകുന്നത് എൻ്റെ അമ്മ പറഞ്ഞാണ് അപ്പനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അമ്മയാണ് ഇതിൻ്റെ പുറകിലെ ശക്തി. അപ്പം ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. എല്ലാ പിതാക്കന്മാർക്കും ഓൾ ദ ബെസ്റ്റ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആയുസ്സും ആരോഗ്യം ദൈവം തരട്ടെ. ദീർഘായുസ് കൊണ്ട് നിറയ്ക്കട്ടെ. വീണ്ടും അവർ ചെയ്ത എല്ലാ സേവനങ്ങൾക്കും
നന്ദി. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഹാപ്പി ഫാദേഴ്സ് ഡേ.